ഹലോ ഗൈസ്, നമുക്ക് ഇന്ത്യക്കാർക്ക് ഇന്നലെ മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു. വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച്, ഓഫ് കോഴ്സ് ഓൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച്. നമ്മുടെ സഞ്ജു കാരണം ഇന്ത്യ ലോകകപ്പ് 2020 വേൾഡ് കപ്പിൽ നിർണായക ഘട്ടത്തിൽ ഒരു വിജയം നേടിക്കൊടുത്തു. ഞാനൊരു സഞ്ജു സാംസൺ ഫാനാണ്. അഭിമാന നിമിഷമായിരുന്നു ഇന്നലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഭയങ്കര ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടില്ല സഞ്ജുവിന്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിന് അവസരം കിട്ടിയപ്പോൾ അത് നന്നായി തന്നെ യൂസ് ചെയ്തു. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ കടന്നു പോയ ഒരാളാണ് സഞ്ജു എന്ന് പറയുന്നത് ക്രിക്കറ്റിൽ. നമുക്കെല്ലാവർക്കും അറിയാം. സഞ്ജുവിനെ എപ്പോഴും ക്രിക്കറ്റ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഈ കളിയിൽ സഞ്ജു ഇല്ലല്ലോ, ഇതെന്താ സഞ്ജുവിനെ കൂട്ടാത്തത്. പക്ഷേ ഇന്നലെ സഞ്ജുവിന് ഒരു ഇന്നിങ്സ് ഓപ്പണിംഗ് ആയിട്ട് തന്നെ കിട്ടി. അങ്ങനെ സഞ്ജു ഇന്നലെ 97 അടിച്ചു. അത് ഹിസ്റ്ററിയിൽ തന്നെ 2020 വേൾഡ് കപ്പിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് റൺ ചേസ് ആയിരുന്നു. അതും സക്സസ്ഫുള്ളായിട്ട് ഇന്ത്യക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് കളി തോറ്റിരുന്നെങ്കിൽ എന്താകും ഇന്ത്യയുടെ അവസ്ഥ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയം വളരെ നിർണായകമായിരുന്നു. സഞ്ജു ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ, ഇനിയും അവസരങ്ങൾ കിട്ടട്ടെ. അദ്ദേഹത്തിന് ടാലൻ്റ് ഉണ്ട്, ഒരുപാട് സ്കില്ലുള്ള ഒരാളാണ്. നമുക്കെല്ലാം അറിയാം, സഞ്ജുയുടെ കളിയുടെ ഫാൻസാണ് നമ്മളൊക്കെയും. കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് ഒരാളേ ഉള്ളൂ ക്രിക്കറ്റിൽ ഇപ്പം ഇങ്ങനെ ഉള്ളത്. ആ ആൾക്ക് കുറേയും കൂടി അവസരങ്ങൾ അവർ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഞ്ജു ഇനിയും മുന്നോട്ട് പോകട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഒരു ഗെയിം കണ്ടപ്പം. ഇത്രയും എത്രത്തോളം നമുക്കൊക്കെ എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായപ്പോഴും ഗിവപ്പ് ചെയ്യാണ്ട് ഈ ഒരു കരിയറിൽ ഒരുപാട് ടൈമിൽ സഞ്ജു പറയുന്നുണ്ട്, ഞാൻ എന്നെ തന്നെ ഡൗട്ട് ചെയ്തു, ഞാൻ ഗുഡ് പ്ലെയർ അല്ലേ, എന്തുകൊണ്ട് അവസരങ്ങൾ കിട്ടുന്നില്ല. ചില നിമിഷങ്ങളിൽ നമുക്ക് കരിയറിൽ, പക്ഷെ നമ്മൾ വീണ്ടും അത് മുന്നോട്ട് തന്നെ പോകണം, അതിൽ തന്നെ നിലനിന്നുകൊണ്ട് വീണ്ടും വീണ്ടും ഇമ്പ്രൂവ് ചെയ്യണം എന്നൊരു പാഠമാണ് സഞ്ജു ഇന്നലെ നമുക്ക് തന്നത്. നമുക്ക് മനസ്സിലാകും അല്ലേ അദ്ദേഹത്തിന് ഈ വിജയം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത്. ഇതിലൂടെ ഇനി സഞ്ജുവിന് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ, കുറേ കളികൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ അവസരങ്ങളുണ്ടാകട്ടെ, കരിയർ ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം.